ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പോളിനോമിയൽസ് എന്ന് പറഞ്ഞ 9th സ്റ്റാൻഡേർഡിലെ ബഹുപദങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇതുവരെ ചോദിച്ച ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ സോൾവ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയിലും കൂടി നമ്മൾ ആയിട്ട് 2 പാർട്ടായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യും. അപ്പോൾ അതൊന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് എ പോളിനോമിയൽ? ഇതിൽ തന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ബഹുപദം? ഏതാണ് പോളിനോമിയൽ? അപ്പോൾ പോളിനോമിയൽ ആവാൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് കൃതി എന്തായിരിക്കണം? ഹോൾ നമ്പേഴ്സ് ആവണം എന്ന് നമുക്ക് അറിയാം. സോ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരിക്കലും പോളിനോമിയൽ ആവില്ല. എന്താണ് കാരണം? എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് x⁻² ആണ് അല്ലെ? അപ്പോ ഇതൊരിക്കലും എന്തില്ല, ഡിഗ്രി ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് ആവില്ല. അതേപോലെ തന്നെ 1/2 ഫ്രാക്ഷൻസ് ഒന്നും വരില്ല. ഓൺലി ഹോൾ നമ്പേഴ്സ് 0 മുതൽ 1, 2, 3 അങ്ങനെ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും വരാം. അപ്പോൾ ഇത് പോളിനോമിയൽ അല്ല. അതേപോലെ ഇത് പോളിനോമിയൽ ആവില്ല, ബിക്കോസ് ഇതെന്താണ്? എക്സ് പ്ലസ് √x എന്ന് പറഞ്ഞാൽ x⁻1/2 ആണ്. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് എ പോളിനോമിയൽ. ഇത് പോളിനോമിയൽ ആണ്, ബിക്കോസ് ഇതിന്റെ ഡിഗ്രി നോക്കി നോക്കൂ, x²2 ആണ്, പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടി ഉണ്ട്. ഇതും പോളിനോമിയൽ ആവില്ല, ബിക്കോസ് എക്സ് പ്ലസ് x⁻1 ആണ് അല്ലെ? 1/x എന്ന് പറഞ്ഞാൽ x⁻1 ആണ്. സോ ഈ തന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്? x² + 2 എന്ന് പറയുന്നത് മാത്രമാണ്. ഇനി നെക്സ്റ്റ് ബി പാർട്ട്: ഇഫ് p of x equal to 2x + 1 ഫൈൻഡ് p of 1. എന്ന് വെച്ചാൽ p of x നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് p of 1 ആണ്. അപ്പോൾ എക്സിന് ഇവിടെ ഈ പോളിനോമിയലിന് എക്സിന് നമ്മൾ ഒരു 1 എന്ന് വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ എക്സ് ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 × 1, ഇവിടെ എക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് 1 കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ 2 × 1 എന്ന് പറഞ്ഞാൽ 2 + 1 = 3. അപ്പോൾ p of 1ന്റെ വാല്യൂ എന്താണ് കിട്ടിയത്? നമുക്ക് 3 എന്ന് കിട്ടി. ഓക്കെ, അതൊരു ടൈപ്പ്. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്: റൈറ്റ് ഈച്ച് ഓഫ് ദ ഓപ്പറേഷൻസ് ബിലോ ആസ് എൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ, ഫൈൻഡ് ഔട്ട് വിച്ച് ആർ പോളിനോമിയൽസ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ. അപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ ഇതും തന്നിട്ടുണ്ട്, ഒരു വേർഡ് പ്രോബ്ലം പോലെ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സെന്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപത്തിൽ എഴുതിയിട്ട് അത് ഒരു ബഹുപദമാണോ എന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ആദ്യത്തെ ചോദ്യത്തിൽ എന്തായിരുന്നു? നമുക്ക് 4 ഓപ്ഷൻസ് ബഹുപദമായിട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് തന്നിരുന്നു. ഇവിടെ എന്താണ്? നമ്മളായിട്ട് എന്ത് ചെയ്യണം? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എഴുതണം. എന്നിട്ട് അത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് എ നമ്പർ ആൻഡ് ഈസ് റെസിപ്രോക്കൽ. ഒരു സംഖ്യ എടുത്ത് അതിനെ എന്തുകൊണ്ട് ആഡ് ചെയ്തു, എന്തിന് കൂട്ടി? അതിന്റെ വ്യൂൽക്രമത്തിനോടുകൂടി കൂട്ടി എന്ന് വെച്ചാൽ ഒരു നമ്പർ, ഏത് നമ്പറാണ് അറിയില്ല അല്ലെ? അപ്പോ എപ്പോഴും മാത്സിൽ നമ്മൾ എപ്പോഴും ആദ്യം ഒരു നമ്പറായിട്ട് എക്സ് ആണ് എടുക്കാറ് അല്ലെ? സോ ഇവിടെ നമ്മൾ ഒരു നമ്പർ എക്സ് എടുത്തു. എക്സിനോട് എന്ത് സം ചെയ്യാനാണ് പറയുന്നത്? എന്ത് കൂട്ടാനാണ് പറയുന്നത്? ആ ഏത് നമ്പർ ആണോ നമ്മൾ എടുത്തത് അതിന്റെ വ്യൂൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ. എന്താണ് ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ? നേരെ തിരിച്ചിട്ടാൽ മതി അല്ലെ? അപ്പൊ എക്സിന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/x ആണ്. ഇതൊരു പോളിനോമിയൽ ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. നോ, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. എന്താണ് കാരണം ഇത് പോളിനോമിയൽ അല്ലാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? എന്താണ് പോളിനോമിയൽ അല്ലാത്തത്? ബിക്കോസ് x + x⁻1 വരും. അവിടെ നമുക്ക് ഡിഗ്രി ഒരിക്കലും എന്ത് പാടില്ല? നെഗറ്റീവ് പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. നമ്പർ സെക്കൻഡ് എന്താ പറയുന്നത്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. ഒരു സംഖ്യയിൽ എന്ത് കൂട്ടണം എന്നാണ് പറയുന്നത്?
അതിന്റെ സ്ക്വയർ റൂട്ട് കൂട്ടണം, വർഗമൂലം അല്ലെ. അപ്പോ ഇതിന്റെ സ്ക്വയർ റൂട്ട് കൂട്ടി എക്സ് നമ്മൾ ഓൾറെഡി എടുത്തു. എക്സിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ് ആണ്. ഇതും എന്താവില്ല? ഒരു പോളിനോമിയൽ ആവില്ല. എന്താ കാരണം? ബിക്കോസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എന്താണ്? എക്സ് റേസ് ടു 1/2 അല്ലെ. നമുക്കറിയാം റൂട്ട് 2ന്റെ പവർ എന്തായിരിക്കും? 2 റേസ് ടു 1/2. അതേ രീതിയിൽ തന്നെ എക്സ് റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എന്താണ്? എക്സ് റേസ് ടു 1/2 ആണ്. സോ ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ. ഒരിക്കലും ഇതെന്തല്ല? പോളിനോമിയൽ ആവില്ല. ഇനി നെക്സ്റ്റ്, പ്രോഡക്റ്റ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഈസ് സ്ക്വയർ റൂട്ട്. എന്താണ് മൂന്നാമത്തെ പറയുന്നത്? രണ്ട് ഇതിന്റെ ഗുണനം എടുക്കാനാ പറയുന്നത്. എന്തിന്റെയൊക്കെ ഗുണനം എടുക്കാൻ പറയുന്നത്? ഒരു നമ്പറും അതിന്റെ സ്ക്വയർ റൂട്ടും കൂടിയതും അതേപോലെ തന്നെ ഒരു നമ്പറും അതിന്റെ സ്ക്വയർ റൂട്ട് കുറച്ചതും തമ്മിലുള്ള ഗുണനം പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാ പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ഒന്ന് റൂട്ട് എക്സും ഒന്ന് എക്സ് മൈനസ് റൂട്ട് എക്സും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ നമുക്ക് എന്തായാലും എഴുതിയിട്ട് പോളിനോമിയൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഓപ്പൺ ദ ബ്രാക്കറ്റ് അല്ലെ. നമ്മൾ രണ്ട് ബ്രാക്കറ്റും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഒരു ഐഡന്റിറ്റി പഠിച്ചത് ഓർമ്മ ഉണ്ടല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ. ഇതാണ്. അപ്പൊ ഇതേ ഒരു ഐഡന്റിറ്റി അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? നോക്കി നോക്കൂ. എ പ്ലസ് ബി എ മൈനസ് ബി ആണല്ലോ. എ എന്നുള്ള സ്ഥാനത്ത് എക്സും ബി എന്നുള്ള സ്ഥാനത്ത് റൂട്ട് എക്സും ആണ്. സോ ക്യാൻ വി റൈറ്റ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട്? അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതൊരു പോളിനോമിയലാണ്. ബിക്കോസ് ഇതിന്റെ ഡിഗ്രി 2 ആണ്, ഇതിന്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. സോ ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ക്ലിയർ? അപ്പൊ അതായിരുന്നു ഒരു ടൈപ്പ് ചോദ്യം. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ജനറൽ ഫോം ഓഫ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഈസ് ax പ്ലസ് ബി. നമ്മൾ അവിടെ ഈ ചാപ്റ്ററിൽ ബഹുപദം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ 3 ഡിഗ്രിയും അതിൽ കൂടുതൽ ഡിഗ്രി ഒക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി ആവുമ്പോൾ ഇങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക അല്ലെ. ഒരു കൃതി വരുമ്പോൾ പി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രീനെ കൊടുക്കും. ഓക്കെ. അപ്പൊ അത് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആണ് കണ്ടുപിടിക്കേണ്ടത്? റൈറ്റ് ദ ഇക്വേഷൻസ് റെപ്രസെന്റിംഗ് ദ റിലേഷൻ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 2 ആൻഡ് പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 5. അപ്പോ ഈ ഒരു ഒന്നാം കൃതി ബഹുപദം ഉണ്ടല്ലോ, എ എക്സ് പ്ലസ് ബി ലീനിയർ ഒരു ബഹുപദം, നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ഒരു ബഹുപദം ഉണ്ട്. അതില് എന്ത് കൊടുക്കണം? ഈ ഒരു വാല്യൂ കൊടുത്തിട്ട് സമവാക്യം ഉണ്ടാക്കണം. ഈ ഒരു വാല്യൂ കൊടുത്തിട്ട് ഇതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പി ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ് എന്ന് വെച്ചാൽ ഇവിടെ 1 കൊടുത്താൽ, ഇവിടെ പി ഓഫ് 1 കൊടുത്താൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 2 ആണെന്ന് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ് 1 ആവുമ്പോൾ പി ഓഫ് എക്സ് എന്തായിരിക്കും? 2 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ പി ഓഫ് എക്സ് എന്താണ്? 1 കൊടുക്കുമ്പോൾ 2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? 2 എന്ന് കൊടുക്കും. ഓക്കെ. അപ്പൊ 2 ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്രയാണ്? 1. എ ഇൻറ്റു 1 എ പ്ലസ് ബി. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താ പറയുന്നത്? പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഇവിടെ എക്സ് 2 ആവുമ്പോൾ നമ്മളുടെ പി ഓഫ് എക്സ് എന്താണ്? വാല്യൂ 5 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ഇക്വേഷനിൽ നമ്മൾ പി ഓഫ് എക്സ് എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. 5 ഈസ് ഈക്വൽ ടു എക്സിന്റെ എ അങ്ങനെ തന്നെ ഉണ്ടാവും. എക്സിന്റെ വാല്യൂ എത്രയാണ്? അവിടെ 2 ആണ്. സോ 2a പ്ലസ് ബി എന്ന് പറഞ്ഞ് നമുക്ക് 2 ഇക്വേഷൻ അവിടെ കിട്ടി. ഓക്കെ. അതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 സമവാക്യം എഴുതാനാണ് പറയുന്നത്. ഇനി അതിൽ സെക്കൻഡ് പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി? അതിൽ എന്റെ വാല്യൂ എന്താണ്? ബിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ രണ്ട് സമവാക്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന്ന് ഓരോ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വലിയ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം അല്ലേ. നമ്മളുടെ ബിഗ് ഇക്വേഷൻ ഏതാണ്? നമ്മുടെ അടുത്ത് രണ്ട് ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട്, ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം വലിയ ഇക്വേഷൻ എടുക്കുക, 2a + b = 5. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ a + b = 2 എന്ന് എടുക്കാം. ഇനി ഇവിടെ b രണ്ടും എന്താണ്? ഈക്വൽ ആണ്, സെയിം ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ ആണ് ആദ്യം എടുത്തത്, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്യുന്ന എന്തിനാണ്? അങ്ങനെ മൈനസ് ചെയ്താൽ എന്ത് ചെയ്യും? ഒരു ടേം അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകും അല്ലേ. ഇപ്പൊ 2a a കുറച്ചാൽ ഒരു a കുറച്ചാൽ ഒരു a ബാക്കിയുണ്ട്. b ക്യാൻസലായി. 5 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 എന്ന് കിട്ടി. അപ്പൊ അവിടുന്ന് നമുക്ക് a വാല്യൂ കിട്ടി. a വാല്യൂ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാറ്? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏറ്റവും ചെറിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരിക്കും നന്നാവുക, കാൽക്കുലേഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലേ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. സോ a + b = 2. a വാല്യൂ അവിടെ 3 കൊടുത്തു. 3 + b = 2. സോ ദ വാല്യൂ ഓഫ് b വിൽ ബി 2 - 3. b = -1 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 3ഉം -1 കിട്ടി. ഓക്കെ, അപ്പൊ ജനറൽ ഫോം ഇതാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ജനറൽ ഫോമിലേക്ക് കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? p(x) നമ്മളുടെ ax + b ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് 3ഉം x ഓൾറെഡി ഉണ്ട്, b എന്ന് പറയുന്നത് 1ഉം. ഇതാണ് നമുക്ക് തന്ന ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Length of a rectangle is 2 centimeters more than its breadth. ഒരു റെക്റ്റാങ്കിളിന്റെ നീളം വീതിയേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ വീതി എത്രയെന്ന് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കി നോക്കാം. വേറെ എന്തൊക്കെയോ ക്വസ്റ്റ്യനിൽ 3 പാർട്സ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഇഫ് ബ്രെഡ്ത്ത് ഈസ് ടേക്കൺ ആസ് x സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ബ്രെഡ്ത്ത് നമുക്ക് എന്തെടുക്കാം? x ആണെന്ന് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത്? അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നീളം വീതിയേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. വീതി x ആണെങ്കിൽ നീളം അപ്പോ x + 2 ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത്? അപ്പോൾ ലെങ്ത് എന്തായി? ഫസ്റ്റ് ആൻസർ x + 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് വൺ, ടേക്ക് ദ പെരിമീറ്റർ as p(x), റൈറ്റ് ദ ഇക്വേഷൻ റിലേറ്റിംഗ് x and px. അപ്പൊ p(x) നമുക്ക് എഴുതണം, പെരിമീറ്റർ എഴുതണം. ഈ x ഒക്കെ യൂസ് ചെയ്തിട്ട് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റളവാണ്. 4 വശവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിൾ, ചതുരത്തിന്റെ ഓപ്പോസിറ്റ് വശങ്ങൾ ഒക്കെ തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ അളവുകളൊക്കെ നമ്മൾ കൊടുത്തു. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇങ്ങനെ തന്നെ കൂട്ടാം. ഇത് ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇവിടെ ഒന്ന് കൂട്ടി നോക്കാം അല്ലെ. ഏതൊക്കെ വരിക? x + 2 + x + x + 2 അല്ലെ. 4 സൈഡ് നമ്മൾ കൂട്ടി. 1 2 3 4. ഇനി ഇവിടെ നോക്കി നോക്കൂ, നമ്മൾ കൂട്ടുമ്പോൾ എപ്പോഴും ലൈക്ക് ടേംസ് ഒന്നിച്ച് കൂട്ടണം. മറ്റേ ഇൻറ്റീജറും മറ്റത് മാറ്റി വെക്കണം. y ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ലൈക്ക് ടേംസ് ആണ് നമുക്ക് ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1x 2x 3x 4x. എത്ര x ഉണ്ട്? 4x ഉണ്ട്. പ്ലസ് നമ്പർ നോക്കി നോക്കൂ, 2ഉം 2ഉം എത്രയായി? 4. അപ്പൊ ഇവിടെ p(x) പെരിമീറ്റർ എന്ത് കിട്ടി? 4x + 4 എന്ന് കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സി പാർട്ട്. ടേക്ക് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആസ് a(x). ഏരിയ a(x) ക്യാപിറ്റൽ സ്മോളും എഴുതാട്ടോ, കുഴപ്പമില്ല ഏത് എഴുതിയാലും. പക്ഷെ ക്വസ്റ്റ്യനിൽ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് സ്മോൾ തന്നെ എടുക്കണം. ടേക്ക് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആസ് a(x) എടുത്തു ഏരിയ. റൈറ്റ് ദ ഇക്വേഷൻ റിലേറ്റിംഗ് x and ax.
എ ഓഫ് എക്സിന്റെ. അപ്പോൾ എക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ എഴുതണം. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളം ഇൻറ്റു വീതിയാണ് അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നീളം എന്ന് പറയുന്നത് x+2 ബ്രെഡ്ത്ത് എത്രയാണ്, എക്സ് ആണ്. അപ്പൊ നീളം ഇൻറ്റു വീതി എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ് ഇൻറ്റു x+2. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി വൃത്തിയിൽ എഴുതാലോ, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട്. ഇപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, പ്ലസ് എക്സ് ഇൻറ്റു 2, 2x. അപ്പോൾ എ ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 60 സെന്റിമീറ്റർ. ഇവിടെ ഓൾറെഡി എന്താണ്, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കറിയാം അല്ലെ, പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ്, 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. രണ്ട് നീളവും വീതിയും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ചുറ്റളവ് കിട്ടുക. അതാണെങ്കിൽ ഓൾറെഡി 60 ആണെന്ന് അവിടെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഇസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് നീളവും വീതിയും കൂട്ടി കഴിഞ്ഞാൽ 60 ആണെങ്കിൽ നീളം പ്ലസ് വീതി അവിടെ എന്തായിരിക്കും, 60ന്റെ പകുതി 30 ആയിരിക്കും അല്ലെ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്, 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട്, ഇഫ് ലെങ്ത് ഈസ് ടേക്കൺ ആസ് എക്സ്, ലെങ്തിനെ എക്സ് എടുത്തു അങ്ങനെയാണെങ്കിൽ, ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് എ ഓഫ് എക്സ്, ഏരിയ എന്താണ്, എ ഓഫ് എക്സ് ആണെങ്കിൽ റൈറ്റ് ആൻ ഇക്വേഷൻ റിലേറ്റിംഗ് എക്സ് ആൻഡ് എ ഓഫ് എക്സ്. അപ്പോൾ എക്സിനെ യൂസ് ചെയ്തിട്ട് ഈ ഏരിയ ഇവിടെ നമുക്കൊന്ന് എഴുതണം. നീളം ഇൻറ്റു വീതിയാണ് എന്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമുക്കറിയാം അല്ലെ, ചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ പരപ്പളവ് എഴുതണമെങ്കിൽ നമുക്ക് എക്സ് ഒക്കെ നമ്മൾ അവിടെ എടുത്തു, ബ്രെഡ്ത്ത് ലെങ്തും ബ്രെഡ്ത്തും കൂടിയാൽ 30 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഒരെണ്ണം എക്സ് ആണെങ്കിൽ മറ്റത് എന്തായിരിക്കും, 30 മൈനസ് എക്സ് ആവുമല്ലോ. നീളം വീതി കൂട്ടിയ 30 ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഇത് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും, ആ ടോട്ടൽ 30ന്ന് ആ എക്സ് കുറച്ചതായിരിക്കും അല്ലെ. അപ്പൊ ഒന്ന് നമുക്ക് എന്തെടുക്കാം, 30 മൈനസ് എക്സ് എടുക്കാം. ഇവിടെ നീളം ഇൻറ്റു വീതിയാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓപ്പൺ ചെയ്യേണ്ട, അവിടെ നിന്നോട്ടെ. നമ്മളോട് എ ഓഫ് എക്സ് എക്സ്പ്രസ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി സി പാർട്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഓഫ് 25 ആൻഡ് എ ഓഫ് 5. അപ്പോ എ ഓഫ് എക്സ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ആ എക്സിന്റെ സ്ഥാനത്ത് 25 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്ര, അതേപോലെ തന്നെ 10 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്ര, ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ് ഉള്ളിടത്ത് നമ്മൾ 25 കൊടുക്കും. 25 ഇൻറ്റു 30 മൈനസ് 25. അപ്പൊ എത്ര കിട്ടും, 25 ഇൻറ്റു 5 which is equal to 125 എന്ന് കിട്ടി. ഇനി 10 എക്സ് ഉള്ളിടത്ത് 10 കൊടുക്കാനാണ് പറയുന്നത്. 30 മൈനസ് 10, സോ 10 ഇൻറ്റു 20 which is equal to എത്ര കിട്ടും, അല്ല 10 ഒരു മിനിറ്റ്, 10 ആണ് നമുക്ക്, സോറി 5 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, 5 ആണേ, 5 ആണ്. അപ്പൊ 30 മൈനസ് 5, അപ്പൊ ഇവിടെ നമ്മൾ എന്തെടുക്കണം, 5 ആണ്. 5 ഇൻറ്റു 30 മൈനസ് 5, 25 ഈസ് ഈക്വൽ ടു 125. ഓക്കെ, നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത് എ ഓഫ് 10 അല്ല കേട്ടോ, എ ഓഫ് 25 അത് നമ്മൾ കണ്ടുപിടിച്ചു. എ ഓഫ് 5 ആണ്, ഞാനിവിടെ 10 എന്നാണ് അറിയാതെ എഴുതി, സോറി. അപ്പോൾ എ ഓഫ് 5 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് നമ്മൾ എന്ത് കൊടുക്കണം, 5 കൊടുക്കണം. 5 ഇൻറ്റു 30 മൈനസ് 5, 30ന്ന് 5 കൊടുത്താൽ മൈനസ് ചെയ്താൽ 25, 25 5 കൊണ്ട് ഗുണിച്ചാൽ 125. ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് രണ്ട് ഏരിയയും ഇവിടെ എന്താ കിട്ടുന്നത്, സെയിം ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഒന്ന് ചെയ്തു നോക്കാം. ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5, ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് പി ഓഫ് 1 ആൻഡ് പി ഓഫ് 0. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി, 1 കൊടുക്കുക. 1 കൊടുത്തിട്ട് എന്ത് കിട്ടും നോക്കുക, അതേപോലെ തന്നെ 0 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എക്സ് ഉള്ളോടത്ത് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 5. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 അല്ലേ, 1 പ്ലസ് 2 ഇൻറ്റു 1 ഈസ് 2 പ്ലസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇനി ഇവിടെ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ 0 കൊടുത്താൽ 0 സ്ക്വയർ
2 into 0 plus 5. 0 ആണ് ഇതിന് എളുപ്പമാണല്ലോ അല്ലേ, എല്ലാം 0 ആയി. 0 plus 5. ആൻസർ ഈസ് 5. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് പോളിനോമിയൽസിൽ ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ. ഇനി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം ആണ് വരുന്നത്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.